നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമാവുകയാണ്. പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കാൻ അമേരിക്ക തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അതിനിർണായകമായ ഒരു യോഗമാണ് വൈറ്റ് ഹൗസിൽ ചേർന്നത്. അമേരിക്കൻ സൈന്യത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എന്താണ് ഇനി അവർ ഇറാനിൽ ചെയ്യാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ പ്രസിഡന്റിന് കൈമാറി എന്നാണ് സൂചന. ആക്രമണത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം അതിന് അനുമതിയും നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി യുദ്ധവിമാനങ്ങളടക്കം ഇസ്രായേലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന. അതായത് യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം ആകാശത്ത് വെച്ച് തന്നെ നിറയ്ക്കുന്ന ടാങ്കർ യുദ്ധവിമാനങ്ങളുണ്ട്. ഈ ടാങ്കർ യുദ്ധവിമാനങ്ങളുടെ എണ്ണം ഇസ്രായേലിൽ വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഇടത്താവളമാക്കിക്കൊണ്ടാണ് പ്രധാനമായും അമേരിക്ക ഇറാനെതിരെ ഇതുവരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി യുദ്ധവിമാനങ്ങൾ, ഏതാണ്ട് 100 കണക്കിന് ടാങ്കർ വിമാനങ്ങൾ ഇപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലുള്ള വ്യോമത്താവളങ്ങളിലുണ്ട്. ഈ ടാങ്കർ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ പ്രസിഡന്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടുതൽ ടാങ്കർ വിമാനങ്ങൾ ഇസ്രായേലിലേക്ക് വരുന്നു എന്നാണ് അതിൻ്റെ സൂചന. എന്ന് പറഞ്ഞാൽ ടാങ്കർ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിമാരകമായ വ്യോമ ആക്രമണം അമേരിക്ക പദ്ധതിയിടുന്നു എന്നതിൻ്റെ സൂചനയാണത്. നേരെ അമേരിക്കയിൽ നിന്നും ബോംബർ വിമാനങ്ങൾ ഇറാനിലേക്ക് പറന്നെത്തി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടത്താവളങ്ങളിൽ നിന്ന് പറന്നെത്തി ആക്രമണം നടത്താനാണ് സാധ്യത. എവിടെ നിന്ന് എന്നില്ലാതെ ഒരു നിശ്ചയവുമില്ലാതെ വരുന്ന യുദ്ധവിമാനങ്ങൾ, ആ യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് കൃത്യസമയത്ത് ഇന്ധനം നൽകേണ്ടതുണ്ട്. അതിന് സർവ്വസജ്ജമായി ഈ ഇസ്രായേലിൻ്റെ വ്യോമത്താവളങ്ങളിൽ ഈ ടാങ്കർ യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ ടാങ്കർ വിമാനങ്ങളുടെ എണ്ണം കൂട്ടാനാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരവിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യുദ്ധവിമാനങ്ങൾ ഇനി തലങ്ങും വിലങ്ങും ഇറാനിലേക്ക് പാഞ്ഞെത്തും എന്ന് തന്നെയാണ്. ബോംബുകൾ വർഷിക്കും, മഴ പോലെ വർഷിക്കുന്ന സമയമായിരിക്കും വരാൻ പോകുന്നത് എന്ന് വ്യക്തം. കഴിഞ്ഞ ദിവസം ഇറാന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അതായത് 1-2 ദിവസം സമയം തരും, അതിനുള്ളിൽ ഈ സമാധാന ഉടമ്പടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരണം, ആണവായുധങ്ങൾ ഉപേക്ഷിക്കണം, ഈ ഹോർമൂസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ അവിടെ, അതായത് ഇറാനിൽ ഇനിയൊന്നും മിച്ചമുണ്ടാകില്ല എന്നൊരു മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. ആ മുന്നറിയിപ്പ് സാധൂകരിക്കുന്ന രീതിയിലാണ് വൈറ്റ് ഹൗസിൽ ഉന്നതതല യോഗം നടന്നിരിക്കുന്നത്. ആ യോഗത്തിന് ശേഷം നിർണായകമായ തീരുമാനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് എടുത്തിരിക്കുന്നു. കൂടുതൽ ടാങ്കർ വിമാനങ്ങൾ ഇതിനോടകം തന്നെ ഇസ്രായേലിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ടാങ്കർ വിമാനങ്ങളെ സ്വീകരിക്കാൻ ഇസ്രായേലിനോട് അമേരിക്ക അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയിരിക്കും ഇനി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. നെതന്യാഹു ഓക്കെ പറഞ്ഞാൽ അമേരിക്കയിൽ നിന്നും ടാങ്കർ വിമാനങ്ങൾ ഇസ്രായേലിലേക്ക് പറന്നിറങ്ങും. സദാസമയവും ഇന്ധനം നിറയ്ക്കാൻ തയ്യാറായി അവ നിൽക്കും. ആകാശത്ത് വട്ടമിട്ട് പറന്ന് ബോംബ് വർഷിക്കുന്ന യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം അവ ആകാശത്ത് വെച്ച് നൽകും. എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം നീളുന്ന കനത്ത ആക്രമണം ഇറാനെ കാത്തിരിക്കുന്നു എന്നർത്ഥം. ഇതിനിടയിൽ അമേരിക്കയെ പ്രകോപിപ്പിക്കാനായി അങ്ങേയറ്റം ചില കാര്യങ്ങൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളം ആക്രമിച്ചതായും ഒട്ടനവധി യുദ്ധവിമാനങ്ങളെയും ടാങ്കർ വിമാനങ്ങളെയും ചുട്ടുകരിച്ചു കളഞ്ഞുവെന്നും ഇറാൻ ഇപ്പോൾ അവകാശവാദം മുഴക്കുന്നുണ്ട്. ജോർദാനോ അമേരിക്കയോ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. F-16 യുദ്ധവിമാനങ്ങളും F-35 യുദ്ധവിമാനങ്ങളും അതോടൊപ്പം തന്നെ ടാങ്കർ വിമാനങ്ങളുമെല്ലാം ഈ ജോർദാനിലെ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു. ആ വിമാനങ്ങളാണ് ഇപ്പോൾ കത്തിക്കരിഞ്ഞ് ചാമ്പലായിരിക്കുന്നത്. ഇവിടേക്ക് മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത് എന്നാണ് സൂചന. ഇങ്ങനെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ നശിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അമേരിക്ക വരും ദിവസങ്ങളിൽ വെറുതെ ഇരിക്കില്ല എന്നുറപ്പാണ്. സമാധാന ചർച്ചയ്ക്കിരുന്ന അമേരിക്കയാണ് ചാടിയിറങ്ങി യുദ്ധത്തിന് പുറപ്പെട്ടത്. ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോഴും ഇറാൻ്റെ അതിക്രമങ്ങൾ തുടരുകയാണ്. കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചതുമാണ് ഇപ്പോഴത്തെ പെട്ടെന്നുള്ള ആക്രമണങ്ങൾക്ക് കാരണം. അതുകൊണ്ട് തന്നെ ചർച്ച അവസാനിപ്പിച്ച് അമേരിക്ക അതിശക്തമായ ആക്രമണം ഇറാനുമേൽ നടത്തുകയാണ്. ഇറാനും തിരിച്ചടിക്കുന്നുണ്ട്. ഇറാൻ ഗൾഫ് മേഖലകളിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടാണ് തിരിച്ചടിക്കുന്നത്. പക്ഷേ ആ തിരിച്ചടികളെയും നിർവീര്യമാക്കിക്കൊണ്ട് കനത്ത ആക്രമണം വരാനിരിക്കുന്നു എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത്
അതാണ് വൈറ്റ് ഹൗസിൽ ചേർന്ന ഉന്നതതല യോഗവും ഈ അമേരിക്കയിൽ നിന്നും ടാങ്കർ വിമാനങ്ങൾ സജ്ജമായി ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യുന്നതും. എന്തായാലും ഇറാനോട് സമാധാനത്തിൻ്റെ ഭാഷയിൽ ഇനി സംസാരിക്കില്ല എന്ന് അമേരിക്ക ഏതാണ്ട് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. യുദ്ധമാണ് ഇതിൻ്റെ പോംവഴിയെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ പറഞ്ഞിരുന്നു. ആ യുദ്ധം അല്ലെങ്കിൽ ആ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് അമേരിക്ക യുദ്ധം തുടരുകയാണ്. പക്ഷേ IRGCയെയും സംവിധാനങ്ങളെയും അതോടൊപ്പം തന്നെ ഇറാൻ്റെ ഭരണകൂടത്തെയും ഒക്കെ താഴെ ഇറക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ബാലികേറ മലയാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല എങ്കിൽ അമേരിക്കയ്ക്ക് തന്നെ ഇത് ദോഷകരമായി ബാധിക്കുമെന്ന സാഹചര്യമുണ്ട്. കാരണം ഇറാൻ്റെ പരമോന്നത നേതാവിനെ അമേരിക്ക ഈ വ്യോമാക്രമണത്തിലൂടെ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ യുദ്ധം ആരംഭിച്ചതിൻ്റെ ആദ്യ ദിവസം തന്നെ അയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇറാൻ പ്രതികാരദാഹിയായി ചുറ്റുമലയുകയാണ്. ഡൊണാൾഡ് ട്രംപിനെ കൊല്ലുക, അല്ലെങ്കിൽ ഇസ്രായേലിലും അതുപോലെ തന്നെ അമേരിക്കയിലും കടുത്ത ഭീകരാക്രമണങ്ങൾ നടത്തുക. ഇതാണ് ഇറാൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിന് ചില പ്രോക്സി സംഘടനകളുമായിട്ടൊക്കെ ഇറാൻ സംസാരിക്കുന്നുണ്ട്. അത്തരം ചില പ്രോക്സി സംഘടനകളാണ് അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാൻ ഈ അടുത്ത കാലത്ത് ശ്രമിച്ചത് എന്നും സൂചനയുണ്ട്. എന്തായാലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അത് കനക്കുകയാണ്. ഇറാൻ ശക്തമായ തിരിച്ചടി നൽകുന്നുണ്ട്. പക്ഷേ അമേരിക്ക അതിശക്തമായ ആക്രമണങ്ങൾക്ക് ഒരുങ്ങുന്നു. അടുത്ത ഏതാനും മണിക്കൂറുകൾ ഒരുപക്ഷെ അമേരിക്ക നിശബ്ദമായിരിക്കാം. പക്ഷേ വരും ദിവസങ്ങളിൽ അത് ശക്തമായ തിരിച്ചടിക്ക് വഴിമാറും എന്ന് ഉറപ്പാണ്. ഇറാൻ്റെ സൈനിക ശക്തിയെ ഒന്നാടെ ഇല്ലായ്മ ചെയ്യാനായി ഇപ്പോൾ അമേരിക്ക ശ്രമിക്കുകയാണ്. വൈറ്റ് ഹൗസിൽ നടന്ന യോഗം എടുത്ത തീരുമാനവും അതുതന്നെയാണ് എന്നാണ് സൂചന.